ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ഉണ്ണി കഴിക്കാൻ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇന്ന് നമുക്ക് സ്പെഷ്യൽ ബീഫ് കറിയാണ് കേട്ടോ. അങ്ങനെ ബീഫൊക്കെ നൈസ് മാറാനായിട്ട് വെള്ളത്തിലെടുത്തിട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബീഫിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നാട്ടിലാണെങ്കിൽ നമുക്ക് സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫും ചീനിയും അത് മസ്റ്റാണ് കേട്ടോ. എല്ലാ സൺഡേയും ബീഫും ചീനിയും അവിടെ ഉണ്ടാക്കിയിരിക്കും. അച്ചാച്ചന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് കേട്ടോ ഈ ചീനിയും ബീഫും. ഭയങ്കര ഇഷ്ടമാണ് ആളിന് ഇത് കഴിക്കാനായിട്ട്. അങ്ങനെ സവാളയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ബീഫ് ഒന്ന് കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് വലിയ പീസായിരുന്നു ബീഫ്. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് ചെറുതാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ഇത് വെച്ച് ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതിയിരുന്നേ കേട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ചീനിയും കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അച്ചാച്ചന് ഇഷ്ടമാണല്ലോ, എന്നാൽ പിന്നെ ഇന്ന് അത് തന്നെ അങ്ങ് ഉണ്ടാക്കാന്ന്. അങ്ങനെ ബീഫും ഒക്കെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സാലഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വളരെ പെട്ടെന്ന് ഞാനൊരു ബീഫ് കറിയും കൂടെ അങ്ങ് സെറ്റാക്കി എടുത്തു. അപ്പോൾ നമുക്ക് ചോറ് കഴിച്ചാലോ. അങ്ങനെ പതിപോലെ നല്ല മട്ടേരിയുടെ ചോറ് വെച്ച് കൊടുത്തു. പിന്നെ അതിലേക്ക് നല്ല വെന്തടഞ്ഞ് ചീനി നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല ബീഫ് കറിയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ചൂട് ബീഫ് കറി ആയിരുന്നു. ആ ചീനിയുടെ പുറത്തൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മുടെ സാലഡും കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് നമ്മുടെ ഊണിന് കഴിക്കാനായിട്ടുള്ളത്. സത്യം പറയാൻ എല്ലാം കൂടെ കൂട്ടി കുഴച്ച് കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ആ ബീഫ് കറിയും ചീനിയും ചോറും കൂടെ ഒക്കെ ഇങ്ങനെ കൂട്ടി കുഴച്ച് കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി കുഴച്ചൊരു പിടി അങ്ങ് പിടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.